നിങ്ങൾ വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണോ? എന്നാൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. ഇക്കൊല്ലം കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? എന്നാൽ ഈ ഒരു വീഡിയോ മുഴുവനായി കാണൂ, നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. കാർ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? എന്നാൽ നിങ്ങൾക്കും ഒരു ഹാപ്പി ന്യൂസ്. 2026 പുതിയ ഇൻകം ടാക്സ് ഡ്രാഫ്റ്റ് റൂൾ പുറത്തിറക്കിയിരിക്കുകയാണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് ആണ് ഇത് പുറത്തിറക്കിയിരിക്കുന്നത്. 2026 ഏപ്രിൽ 1 മുതൽ ഇവയെല്ലാം പ്രാബല്യത്തിൽ വരാനാണ് സാധ്യത. ഈ ന്യൂ റൂൾസിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ആർക്കൊക്കെയാണ് ബെനിഫിറ്റ്സ് ലഭിക്കുന്നത്? എന്താണ് ഈ റൂളുകൾ? ഇൻകം ടാക്സ് റൂളിൽ വന്ന 8 പ്രധാന മാറ്റങ്ങളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് അവയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, ഇത്രയേറെ പേപ്പർ വർക്ക്സ് എന്തിനാണ്? ബാങ്കിൽ പണം നിക്ഷേപിക്കുമ്പോൾ, വിവാഹം ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ, കാർ വാങ്ങുമ്പോൾ, വീട് വാങ്ങുമ്പോൾ എന്നിങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഡിസിഷൻസ് എടുക്കുമ്പോഴെല്ലാം നമ്മൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഓരോ ഘട്ടത്തിലും പാൻ കാർഡ്, ഡോക്യുമെന്റ്സ്, ലിമിറ്റുകൾ, കണക്കുകൾ എന്നിങ്ങനെ പല പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും കണ്ട് മിഡിൽ ക്ലാസ് ആളുകൾ ചിന്തിക്കുന്ന ഒരേ ഒരു കാര്യമാണ്, ഇതൊക്കെ ലളിതമാക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഇപ്പോൾ ആ ഒരു ചോദ്യത്തിന് മറുപടി വന്നിരിക്കുകയാണ്. 2026 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരാൻ സാധ്യതയുള്ള ഇൻകം ടാക്സ് ഡ്രാഫ്റ്റ് റൂൾ പുറത്തിറക്കിയിരിക്കുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് ആണ്. കഴിഞ്ഞ ദിവസത്തിലാണ് നമ്മളുടെ കേന്ദ്ര ബഡ്ജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. അപ്പോൾ അവർ നികുതി നടപടികൾ ലളിതമാക്കുമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് 8 മാറ്റങ്ങൾ അടങ്ങിയ പുതിയ ഡ്രാഫ്റ്റ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ മാറ്റങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HRA ജാക്ക്പോട്ട് ഫോർ ഓൾ സിറ്റീസ്. മുൻപ് HRA ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന മെട്രോ സിറ്റികളായി കണക്കാക്കിയിരുന്നത് ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നീ നഗരങ്ങളെയാണ്. പക്ഷേ ഇപ്പോൾ പുറത്തിറക്കിയ ഡ്രാഫ്റ്റിൽ ഈ സിറ്റീസ് മാത്രമല്ല കൂടുതൽ സിറ്റീസിനെ ഉൾപ്പെടുത്താനാണ് സാധ്യത. ഈ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചിട്ടുള്ള പുതിയ നഗരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബാംഗ്ലൂർ, ഹൈദരാബാദ്, പൂനെ, അഹമ്മദാബാദ് എന്നീ നഗരങ്ങളെ കൂടെയാണ് ഈ ഒരു ഡ്രാഫ്റ്റിലേക്ക് പുതുതായി ഉൾപ്പെടുത്താൻ പ്ലാൻ ചെയ്യുന്നത്. ഇത്തരത്തിൽ ഈ ഒരു നഗരങ്ങളെ ഈ ഒരു ഡ്രാഫ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ലഭിക്കുന്നതെന്ന് നോക്കാം. മെട്രോ നഗരങ്ങളിൽ HRA ഒഴിവാക്കുകയാണെങ്കിൽ ബേസിക് ശമ്പളത്തിന്റെ 50% വരെ, അതായത് നോൺ മെട്രോ നഗരങ്ങളാണെങ്കിൽ 40% വരെ. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാകും. ഞാനൊരു എക്സാമ്പിളിലൂടെ വളരെ ലളിതമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു ജീവനക്കാരന്റെ ബേസിക് ശമ്പളം 40,000 രൂപയാണെന്ന് കരുതുക. ആ ഒരു 40,000 രൂപ സാലറിയുടെ 40% നോക്കുകയാണെങ്കിൽ ഏകദേശം 16,000 രൂപയാണ് വരുന്നത്. 50% നോക്കുകയാണെങ്കിൽ ഏകദേശം 20,000 രൂപ വരെയാണ് വരുന്നത്. അതായത് 4,000 രൂപയിലധികം നികുതി ഒഴിവാക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ഓരോ വർഷവും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു വലിയ തുകയായി മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓൾ ടാക്സ് റെജീം തിരഞ്ഞെടുത്തവർക്ക് മാത്രമാണ് ഈ ഒരു ആനുകൂല്യം നേടാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ സെക്ഷനിലേക്ക് കടക്കാം. ബാങ്ക് ഇടപാടുകളിൽ പാൻ ബുദ്ധിമുട്ട് കുറയും. സാധാരണ നമ്മൾ ബാങ്കിൽ പോകുമ്പോൾ പല ആവശ്യങ്ങൾക്കും നമുക്ക് പാൻ കാർഡ് ആവശ്യമായി വരുന്നു. പുതിയ ഡ്രാഫ്റ്റ് പ്രകാരം വരുന്ന മാറ്റം എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ചെറിയ ഡെപ്പോസിറ്റുകൾക്ക് പേടി വേണ്ട. ആവർത്തിച്ചുള്ള KYC ബുദ്ധിമുട്ട് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സേവിംഗ് അക്കൗണ്ട് ഉപയോഗം കൂടുതൽ ലളിതമാവുകയും ചെയ്യുന്നു. ഇത് പ്രത്യേകിച്ചും ചെറിയ വ്യാപാരികൾക്കും അതുപോലെ തന്നെ പെൻഷൻകാർക്കും കൂടുതൽ ഉപകാരപ്രദമായിരിക്കും. ഇനി നമുക്ക് മൂന്നാമത്തെ സെക്ഷനിലേക്ക് കടക്കാം. മൂന്നാമത്തെ സെക്ഷൻ ആണ് വെഡിങ് ആൻഡ് ഫാമിലി ഫംഗ്ഷൻ. മുൻപ് നമ്മളുടെ വിവാഹ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഫാമിലി ഫംഗ്ഷന് വേണ്ടിയോ 50,000 രൂപയ്ക്ക് മുകളിൽ നമ്മൾ എന്തെങ്കിലും ചിലവാക്കുകയാണെങ്കിൽ നമ്മൾ പാൻ കാർഡ് നൽകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഉദാഹരണത്തിന് നിങ്ങൾ കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വിവാഹ ഹോൾ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ വിവാഹത്തോടനുബന്ധിച്ച് നമ്മൾ ഹോട്ടലുകൾ ബുക്ക് ചെയ്യാറുണ്ട്, അതിന്റെ ബില്ലുകൾ വരാറുണ്ട്. അത് മാത്രമല്ല വലിയ ഫംഗ്ഷന് സ്റ്റേജ് ഡെക്കറേഷൻ, അതുപോലെ തന്നെ ഫുഡ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് തുക വരാറുണ്ട്. പക്ഷെ മുൻപ് നമ്മൾ 50,000 മുകളിൽ ആ ഒരു തുക വരികയാണെങ്കിൽ നമ്മൾ പാൻ കാർഡ് നൽകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ഏപ്രിൽ 1 മുതൽ വരാനിരിക്കുന്ന പുതിയ ഡ്രാഫ്റ്റ് അനുസരിച്ച് ഈ ഒരു തുകയുടെ പരിധി 1 ലക്ഷം രൂപ വരെ ആക്കാനാണ് സാധ്യത. വിവാഹ സീസണിൽ ഇത് വലിയൊരു ആശ്വാസമായിരിക്കും. കാരണം നമ്മളുടെ പേപ്പർ വർക്ക്സ് കുറയാനുള്ള സാധ്യതയാണ്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ വീട് വാടകയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. നിങ്ങൾ വിവാഹം കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ റീസൺ എന്താണെന്ന് നിങ്ങൾ
നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. നാലാമത്തെ സെക്ഷൻ ആണ് ബൈയിങ് യുവർ ഫസ്റ്റ് വെഹിക്കിൾ. 5 ലക്ഷം രൂപ വരെ വിലയുള്ള കാർ ആദ്യമായി വാങ്ങുന്നവർക്ക് പാൻ ആവശ്യമില്ല എന്നാണ് നിർദ്ദേശം. ഇത്തരത്തിലൊരു ഡ്രാഫ്റ്റ് വന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് നമുക്ക് നോക്കാം. കാർ ഒരു ലക്ഷറി അല്ല, അത് നമ്മുടെ ആവശ്യമാണ്. കാർ എപ്പോൾ വാങ്ങണം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മളുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലർ കാർ ഒരു ആഡംബരമായാണ് എടുക്കുന്നത്, പക്ഷെ ചില കുടുംബങ്ങൾക്ക് കാർ അത്യാവശ്യമാണ്. അത്തരത്തിൽ കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന മിഡിൽ ക്ലാസ് കുടുംബങ്ങൾക്ക്, ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന കർഷകർക്ക്, ചെറിയ ബിസിനസ് ഉടമകൾക്ക് എന്നിവർക്ക് ഇതൊരു ബെനഫിറ്റായി മാറാൻ പോവുകയാണ്. ഇത്തരത്തിലൊരു നിയമത്തിലൂടെ നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാവുകയും അവർക്ക് പെട്ടെന്ന് അവരുടെ കാർ വാങ്ങാൻ സാധിക്കുകയും ചെയ്യുന്നു. അഞ്ചാമത്തെ സെക്ഷൻ ആണ് പ്രോപ്പർട്ടി ഇടപാടുകൾ. പ്രോപ്പർട്ടി ഇടപാടുകൾക്ക് മുൻപ് പാൻ നിർബന്ധമായിരുന്നു. ആ ഒരു പരിധി വരുന്നത് 10 ലക്ഷം രൂപ വരെയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ നിർദ്ദേശപ്രകാരം ആ ഒരു ലിമിറ്റ് 20 ലക്ഷം രൂപ വരെയാക്കി മാറ്റിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇതൊരു പ്രധാനമായ ഒരു മാറ്റമായി മാറുന്നതെന്ന് നമുക്ക് നോക്കാം. 20 ലക്ഷം രൂപ വരെ പാൻ ഇല്ലാതെ ഇടപാട് സാധ്യമാവുകയാണെങ്കിൽ മിഡിൽ ക്ലാസ് ആളുകൾക്ക് വീട് വാങ്ങാൻ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടഭവനം വാങ്ങാൻ കുറച്ചുകൂടി എളുപ്പമാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡോക്യുമെന്റേഷൻ സമ്മർദ്ദവും കുറയ്ക്കാൻ സാധിക്കും. ആറാമത്തെ സെക്ഷൻ ആണ് മാൻഡേറ്ററി ഇൻഷുറൻസ് ലിങ്കിങ്. ഇനി മുതൽ എല്ലാ ഇൻഷുറൻസ് പോളിസികൾക്കും പാൻ പ്ലസ് ആധാർ നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിൽ പാൻ പ്ലസ് ആധാർ നിർബന്ധമാക്കിയതിന്റെ ലക്ഷ്യം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ തട്ടിപ്പ് തടയാൻ സാധിക്കും. അതുപോലെ തന്നെ ക്ലെയിം സെറ്റിൽമെന്റ് വേഗത്തിലാക്കാനും സാധിക്കുന്നു. മറ്റൊരു ഗുണമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നതാണ് ഡേറ്റ ട്രാൻസ്പെറൻസി. നിങ്ങൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഇൻഷുറൻസ് KYC പരിശോധിക്കൂ. ഏഴാമത്തെ സെക്ഷൻ ആണ് കമ്പനി കാർ ഉപയോഗിക്കുന്നവർക്ക് ആശ്വാസം. കമ്പനി കാർ ഉപയോഗിക്കുന്ന ജീവനക്കാർക്ക് പെർക്യൂസൈറ്റ് വാല്യൂ അടിസ്ഥാനത്തിൽ നികുതി നേടാൻ സാധിക്കും. ഡ്രാഫ്റ്റ് പ്രകാരം ഒഴിവാക്കൽ പരിധി ഉയരും. ഇത്തരത്തിലൊരു ഡ്രാഫ്റ്റ് വരികയാണെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ലഭിക്കുന്നതെന്ന് നോക്കാം. ഉയർന്ന ഇന്ധനവില, മെയിന്റനൻസ് ചെലവ് എന്നിവയിൽ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിലൊരു ഡ്രാഫ്റ്റിലൂടെ സാധാരണ ജീവനക്കാർക്ക് ഒരു ബെനിഫിറ്റ് ആണ് നേടാൻ സാധിക്കുന്നത്. എട്ടാമത്തെ സെക്ഷൻ ആണ് ദ ഡിജിറ്റൽ റുപ്പി. ഡിജിറ്റൽ രൂപ ഇടപാടുകൾക്ക് ഔദ്യോഗിക അംഗീകാരം ലഭിക്കും. ഇത്തരത്തിൽ ഡിജിറ്റൽ കറൻസിക്ക് ഔദ്യോഗിക അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ ഡിജിറ്റൽ പേയ്മെന്റ്, പേപ്പർലെസ് സിസ്റ്റം, സാമ്പത്തിക സുതാര്യത എന്നിവ ഉറപ്പുവരുത്താൻ സാധിക്കും. ഇത് ഭാവിയിലെ ഇന്ത്യയുടെ സാമ്പത്തിക ദിശ വ്യക്തമാക്കുന്നു. നമ്മൾ ഡിജിറ്റൽ കറൻസിനെ കുറിച്ചും ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായി അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു വീഡിയോ മൊത്തമായി പരിശോധിക്കുകയാണെങ്കിൽ ഓവറോൾ ആയി വരുന്ന മാറ്റങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ടാക്സ് ലളിതമാക്കുക എന്നതാണ് നമുക്കൊരു മെയിൻ പോയിന്റായി എടുത്തു പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പേപ്പർ വർക്കുകൾ കുറയ്ക്കുക, ടേക്ക് ഹോം സാലറി ഉയർത്തൽ എന്നത് മറ്റൊരു പ്രധാന ബെനിഫിറ്റായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. അതുമാത്രമല്ല ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുക എന്നതും മറ്റൊരു ലക്ഷ്യമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടപ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇൻകം ടാക്സ് ന്യൂ ഡ്രാഫ്റ്റിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഏപ്രിൽ 1 മുതൽ വരാൻ സാധ്യതയുള്ളത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. നമുക്ക് അതൊക്കെ ക്ലിയർ ചെയ്യാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പുതിയ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതും താഴെ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോസും ചെയ്യാം. അതുപോലെ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബോസ്വാല, ബി ദ ബോസ്.